വൈക്കം വെള്ളൂർ സഹകരണ ബാങ്കിലെ 38 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തിയ കാലത്തെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും ഇ.ഡി. നോട്ടീസ് നൽകി. 27-ന് കോഴിക്കോട്ടെ ഇ.ഡി. ഓഫീസിൽ എത്താനാണ് നോട്ടീസ് നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. 1999 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ബാങ്ക് ഭരിച്ചിരുന്ന 4 ഭരണസമിതികളുടെ കാലത്താണ് 38 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയത്. അന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമടക്കം 26 പേർക്കാണ് ഇന്ന് ഇ.ഡി. നോട്ടീസ് നൽകിയതെന്നാണ് സൂചന. ബാങ്കിലെത്താൻ അറിയിപ്പ് നൽകിയ ശേഷം ഇന്ന് ഉച്ചയോടെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥൻ ബാങ്കിലെത്തി ഇവർക്ക് നോട്ടീസ് നൽകിയത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പണം തിരിച്ചടച്ച ഭരണസമിതി അംഗങ്ങൾക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം. ശാരീരിക അവശത മൂലം ബാങ്കിലെത്താൻ കഴിയാതെ വന്ന ചിലർക്ക് വീട്ടിലെത്തിയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയത്. ഇ.ഡി. നോട്ടീസ് അയച്ച 26 പേരിൽ ചിലർ മരണപ്പെട്ടിട്ടുമുണ്ട്. ഏത് പരാതി പ്രകാരമാണ് ഇ.ഡി. അന്വേഷണം നടക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. കിട്ടിയ നോട്ടീസ് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാണ് പലരും മടങ്ങിയത്. ഇ.ഡി. ഉദ്യോഗസ്ഥൻ എത്തിയ വിവരം ബാങ്കിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങൾ മറച്ചുവെക്കാനും ശ്രമിച്ചു. ഇന്ന് ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും അതിനായി ആളെത്തുന്നതാണെന്നുമായിരുന്നു ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞത്. കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇ.ഡി. ഉദ്യോഗസ്ഥനെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞയാൽ വീടുകളിൽ നോട്ടീസ് നൽകാൻ പോയതിങ്ങനെ. ന്യൂസ് ടീം, വൈക്കം വാർത്ത.